ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കുറച്ച് മൈലാഞ്ചി അരക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ മൈലാഞ്ചി ചെടിയാണ്. അത്യാവശ്യം വലിയ ചെടിയാണ് മൈലാഞ്ചി മരം എന്ന് പറയാം. ചെറിയൊരു മരം. മൈലാഞ്ചി ഇലകൾക്കൊക്കെ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. നല്ല ഗ്രീൻ കളറല്ല, കുറച്ച് ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല. ക്ലൈമറ്റിൻ്റെ പ്രശ്നം ആയതുകൊണ്ടാണോ എന്താ അറിയില്ല. കണ്ടില്ലേ, നല്ല ഫ്രഷല്ലായിട്ട് തോന്നണില്ല. നമ്മുടെ മുസ്ലിം വിശ്വാസപ്രകാരം മൈലാഞ്ചി ഇടൽ സുന്നത്താണ്. അപ്പം ഞാൻ എപ്പോഴും മൈലാഞ്ചി ഇടാറുണ്ട്. കാലിൻ്റെ നഖത്തിലാണ് മൈലാഞ്ചി ഇടാറ്. അപ്പോൾ മന്തിലിങ്ങനെ മൈലാഞ്ചി ഇല പറിച്ചെടുത്തിട്ട് അത് അരച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാറാണ്. അപ്പോൾ ഇടയ്ക്കത് എടുത്ത് ഇടാറുണ്ട്, ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ. കണ്ടില്ലേ, ഈ ഇലകളൊക്കെ ഒരു കളർ ഫെയ്ഡായ പോലെ തോന്നണില്ലേ? ബ്ലാക്ക് കളർ ഡോട്ട്സും ഫെയ്ഡായിട്ടുണ്ട്. അങ്ങനെ മൈലാഞ്ചി പറിച്ചിട്ട് നമ്മൾ ഇലകൾ മാറ്റിയെടുക്കാൻ പോവുകയാണ് ഈ കമ്പിൽ നിന്ന്. ചില ഇലകളൊക്കെ നല്ലതാണ്. ഇതൊക്കെ കണ്ടില്ലേ, ആ മൈലാഞ്ചി ഇലകളൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഈ കമ്പുകൾ നമ്മൾ ഒഴിവാക്കിയിട്ട് ഒന്ന് വെള്ളത്തിൽ എടുത്ത് കഴുകിയെടുക്കാം. അപ്പോൾ ഒന്നുകൂടി വൃത്തിയാവും തോന്നുന്നുണ്ട്. വെള്ളത്തിലിട്ട് ഇതൊക്കെ ചളിയാണ്, ഇലമണ്ണിൻ്റെ ചളിയാണ്. നമ്മൾ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മളെ മൈലാഞ്ചിയില നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഉണ്ടല്ലേ, ഞാൻ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇല കഴുകി ആ വെള്ളം ഇലേൻ്റെ കൂടെ ഉള്ളത് മാത്രം അങ്ങനെ നല്ല പേസ്റ്റായി കിട്ടിയിട്ടുണ്ട്. നമ്മളെ മൈലാഞ്ചി അരച്ചത് റെഡി ആയിട്ടുണ്ട്. മൈലാഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, ഉപയോഗങ്ങൾ. എന്നാൽ മുടി നരച്ചാലൊക്കെ മൈലാഞ്ചി ഇട്ടാൽ നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലത് സ്റ്റോർ ചെയ്ത് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം.